ജീവിതം മടുപ്പായി തോന്നുന്നുണ്ടോ? ഒന്നും എക്സൈറ്റിംഗ് അല്ല, എല്ലാം റിപ്പീറ്റ് പോലെ. വേക്കപ്പ്, ഈറ്റ്, വർക്ക്, സ്ലീപ്പ്, സെയിം സൈക്കിൾ എഗെയിൻ ആൻഡ് എഗെയിൻ. ഇഫ് യു ഫീൽ ലൈക്ക് ദിസ്, ലിസൺ കെയർഫുള്ളി. ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാവും, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത സമയം. ഫോൺ എടുത്താലും മടുപ്പ്, ഫ്രണ്ട്സ് കോൾ ചെയ്താലും ഇൻട്രസ്റ്റ് ഇല്ല, ഡ്രീംസ് പോലും ഡള്ളായി തോന്നും. ദാറ്റ് ഫീലിംഗ് ഈസ് നോട്ട് ലേസിനെസ്, ഇറ്റ്സ് എ സിഗ്നൽ. നിൻ്റെ മനസ്സും ജീവിതവും പറയുന്ന ഒരു സിഗ്നലാണത്. സംതിങ് നീഡ്സ് ടു ചേഞ്ച്. നമ്മൾ പലപ്പോഴും കരുതും, എനിക്ക് മോട്ടിവേഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. ബട്ട് ട്രൂത്ത് ഈസ്, മോട്ടിവേഷൻ വരുന്നത് ആക്ഷൻ കഴിഞ്ഞിട്ടാണ്. നീ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ മടുപ്പ് കൂടുകയുള്ളൂ. പക്ഷേ നീ ചെറിയൊരു സ്റ്റെപ്പ് എടുത്താൽ എനർജി സ്ലോലി വരും. ഡോണ്ട് വെയിറ്റ് ഫോർ മോട്ടിവേഷൻ, ക്രിയേറ്റ് ഇറ്റ് ത്രൂ ആക്ഷൻ. നിനക്ക് മടുപ്പ് തോന്നുന്നത് ലൈഫ് ബോറിംഗ് ആയതുകൊണ്ടല്ല, നീ സെയിം ലൈഫ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പുതുതായി ഒന്നും ട്രൈ ചെയ്യാത്തതാണ് ഇതിന് കാരണം. റിസ്ക് എടുക്കാത്തത്, കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാത്തത്, ഇതാണ് മടുപ്പിൻ്റെ മെയിൻ റീസൺ. നീ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടോ, എനിക്ക് എന്താണ് റിയലി ഇഷ്ടം? എനിക്ക് എന്താണ് ലേൺ ചെയ്യാൻ ഇഷ്ടം? ലൈഫ് മാറാൻ വലിയ ചേഞ്ചൊന്നും വേണ്ട, സ്മോൾ ചേഞ്ചസ് ആർ ഇനഫ്. ഒരു 5 മിനിറ്റ്സ് എക്സസൈസ്, ഒരു പുതിയ സ്കില്ല് പഠിക്കുക, ഒരു നല്ല ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുക. ഈ ചെറിയ ചേഞ്ചസ് നിൻ്റെ മൈൻഡ് റീഫ്രഷ് ചെയ്യും. റിമെമ്പർ ദിസ്, ജീവിതം മടുപ്പല്ല, നമ്മൾ ജീവിക്കുന്ന രീതിയാണ് മടുപ്പ്. നീ മാറിയാൽ നിൻ്റെ ലൈഫും മാറും. സെയിം ആക്ഷൻസ് സെയിം ലൈഫ്, ന്യൂ ആക്ഷൻസ് ന്യൂ ലൈഫ്. അതുകൊണ്ട് ഇനി പറയരുത് എനിക്ക് മടുപ്പാണ്, പകരം പറയൂ ഞാൻ മാറാൻ പോകുന്നു. സ്റ്റാർട്ട് സ്മോൾ, സ്റ്റാർട്ട് ടുഡേ, യുവർ ലൈഫ് വിൽ ചേഞ്ച്.